നമ്മള് ഓണത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് പോവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ രാത്രി എന്താണ് ഷോപ്പിംഗ് എന്ന്. അത് ഞങ്ങളുടെ വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു, അപ്പൊ അവരെയൊക്കെ പറഞ്ഞു വിട്ട ശേഷമാണ് ഇപ്പൊ ഞങ്ങള് സാധനം വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് രാവിലെ ഒരു കോള് വന്നില്ലേ ഓണത്തിന് വേണ്ടിയിട്ട് ഞാന് ഒരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് തയ്ച്ചു എന്ന് പറഞ്ഞ് അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സാധനം വാങ്ങിച്ചിട്ട് വേണം ആ ഡ്രസ്സും വാങ്ങിക്കാനായിട്ട് പോവാൻ. പിന്നെ ഓണം എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും ഒരു എന്ത് പറയാൻ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ? എനിക്ക് സന്തോഷം മറ്റേ സദ്യ അടിക്കാന്നുള്ളതാണ്. അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും എനിക്ക് മറ്റുള്ളവർ ഉണ്ടാക്കി തന്ന് കഴിക്കുന്നതാണ് എനിക്ക് സന്തോഷം കൂടുതൽ കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മൾ ഓണത്തിന് ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു, ബഡ്ജറ്റ് സദ്യ. അപ്പൊ അത് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. ശരിക്ക് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തന്നെയാണ്. കേരളത്തിന്റെ ഒരു ദേശീയ ഉത്സവം എന്നൊക്കെ പറയുന്ന പോലെ കേരളത്തിന്റെ ഉത്സവമാണ്. ജാതി മതഭേദമന്യേ ഒന്നുമില്ലാത്ത നല്ലൊരു ആഘോഷം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടില് ആഘോഷിക്കുന്നതിനേക്കാളും കൂടുതൽ വിദേശ രാജ്യങ്ങളിലാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ? എല്ലാവരും ഐക്യത്തോടെ ഒരുമയോട് കൂടിയും. സത്യം പറഞ്ഞ 2 കൊല്ലമായിട്ട് ഓണം ഇല്ല. കാരണം ഈ കൊറോണ ഇഷ്യൂ വന്നത് കാരണം 2 വർഷമായിട്ട് ഈ വർഷവും ഉണ്ടാവില്ല, വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ സദ്യ ഉണ്ടാവും. അതൊരു സന്തോഷം തന്നെയാണ് എന്തായാലും. അപ്പൊ ആദ്യം നമുക്ക് ഷോപ്പിങ്ങിൽ പോയിട്ട് ഓണത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാം. ഓണത്തെ വരവേറ്റുകൊണ്ടുള്ള നമ്മളുടെ 6:15 ഇന്നത്തെ പ്രഭാതമാണ് ഈ കാണുന്നത്. എന്തൊക്കെയോ ഒരു സൗന്ദര്യം ഇന്ന് ഞാൻ ഈ ഒരു പ്രഭാതത്തിൽ കാണുന്നു. എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഓണത്തിൻ്റെ ആദ്യ ദിനമായ അത്തമാണ് ഇന്ന്. അപ്പൊ ഈ അത്തത്തിന് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇതിലും എളുപ്പത്തിൽ ഇനി പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലൊരു സമ്മാനം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ പായസം റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ചുവട് കട്ടിയുള്ള ഒരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു സമ്മാനത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നെസ്ലെ മിൽക്ക്മെയ്ഡ് പായസം കോണ്ടസ്റ്റിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. വളരെ എളുപ്പമാണ്. നെസ്ലെ മിൽക്ക്മെയ്ഡ് കൊണ്ട് രുചികരവും വ്യത്യസ്തവുമായിട്ടുള്ള പായസം തയ്യാറാക്കി അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റിൽ നെസ്ലെ മിൽക്ക്മെയ്ഡിൻ്റെ ടിൻ വെച്ചിട്ടുള്ള ഫോട്ടോയും റെസിപ്പിയും ഉൾപ്പെടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി. തിരഞ്ഞെടുക്കുന്നവർക്ക് നെസ്ലെ ഹോം അപ്ലയൻസസ് ആണ് സമ്മാനമായി നൽകുന്നത്. അപ്പൊ വളരെ എളുപ്പമാണല്ലോ. എല്ലാവരും ഇപ്പൊ തന്നെ പങ്കെടുക്കുക. അപ്പൊ ഈ ഓണം നമുക്ക് നെസ്ലയ്ക്കൊപ്പം ആഘോഷിക്കാം. ഇവിടെ പാല് തിള വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാല് തിള വരുന്നുണ്ട്. തിള വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കണം. തിള വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം.
ഇവിടെ ഞാൻ 200 ഗ്രാം കരിക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 50 ഗ്രാം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഗാർണിഷ് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഇരിക്കുന്നത് നമുക്ക് പൾപ്പാക്കി അടിച്ചെടുക്കാം. ഇതുപോലെ പൾപ്പാക്കി എടുക്കണം. അപ്പം നമ്മളുടെ പാൽ ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പം ഞാനതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് മിക്സ് ചെയ്യാൻ സൗകര്യമായിരിക്കും. പാലിവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കാം. ഇതാണ് ഈ പായസത്തിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. 1/2 കപ്പ് ചവ്വരി വേവിച്ചെടുത്തതാണ്. ഇത് ഞാൻ ഈ പാലിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിവിടെ ഞാൻ നന്നായിട്ട് ഇതേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ പായസത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നല്ല ക്രീമി ടെക്സ്ചറും നല്ല കൺസിസ്റ്റൻസിയും കിട്ടും. അപ്പോൾ ഞാൻ ഇതിലേക്ക് 200 ഗ്രാം മിൽക്ക് മെയ്ഡാണ് എടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനുള്ളത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോഴാണ് പായസത്തിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി വന്നത്. അപ്പം നമുക്കിനി ഈ പായസം ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിക്കും അതുപോലെ തന്നെ പിസ്തയും കാഷ്നട്ടും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഇളനീർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള റെസിപ്പികൾ ഉണ്ടാക്കി ഈ കോണ്ടസ്റ്റിൽ പങ്കെടുത്ത് സമ്മാനം നേടുക. ഓഗസ്റ്റ് 25-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പം നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യാതെ ഉടൻ തന്നെ റെസിപ്പികൾ ഷെയർ ചെയ്യുക.